നീയൻ സ്വന്തം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഒതുക്കുകല്ലുകൾ കയറി സീത ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോഴും കണ്ണൻ അവിടെയുണ്ട്. വാതിലിൽ മുട്ടി. കയ്യിലൊരു മെഴുകുതിരി വെട്ടത്തോടെ പാർവതി കടന്നു വരുന്ന കണ്ടിട്ടാണ് കണ്ണൻ പോയത്. ഇതെന്താടി ചേച്ചി, നമുക്ക് മാത്രം കറണ്ടില്ലേ? അകത്തേക്ക് കയറുന്നതിനിടെ സീത ചോദിച്ചു. പാർവതി ഒന്നും മിണ്ടാതെ വാതിലടച്ച് കുറ്റിയിട്ടു. എന്തേലും കേടാണാവോ? കുറെ നേരമായോ? കൈയുള്ള ബാഗ് ടേബിൾ വെക്കുന്നതിനിടെ സീത വീണ്ടും ചോദിച്ചു. ഇതെന്താ മിണ്ടാ നിൽക്കുന്നേ? എന്താ? പാർവതിയുടെ നിൽപ്പ് കണ്ടിട്ട് അത്ര ശരിയില്ലെന്ന് തോന്നി സീത അവളുടെ നേരെ വന്നു. നീ ബില്ലടക്കാൻ കൊടുത്ത പൈസ അവൻ അടച്ചിട്ടില്ലെന്ന്. അടഞ്ഞുപോയ ഒച്ചയിൽ പാർവതി ഇത് പറയുമ്പോൾ സീത ഞെട്ടിപ്പോയി. അടച്ചിട്ടില്ലെന്നോ? പിന്നെ അവൻ ആ കാശ് എന്ത് ചെയ്തു? അവനുള്ള ഞാൻ വേറെ കൊടുത്തിരുന്നാണല്ലോ. സീതയുടെ മുഖം മാറി തുടങ്ങി. എനിക്കൊന്നും അറിയില്ല സീത. ഉച്ചയ്ക്ക് ഇവിടെ ഒന്നും അയാൾ ബില്ലടച്ചിട്ടില്ല. ഡേറ്റ് ഇട്ടിട്ട് 2 ദിവസമായി. ഫ്യൂസ് ഇടാൻ വന്നാന്നൊക്കെ പറഞ്ഞു. 10 രൂപ കയ്യില്ലാത്ത ഞാൻ എവിടുന്ന് 600 രൂപ ഉണ്ടാക്കി കൊടുക്കുന്നത്? ചോദിച്ച ആരും നമുക്ക് കാശിരില്ലെന്ന് അറിഞ്ഞൂടെ? പാർവതി പാതി കരച്ചിലോടെയാണ് പറയുന്നത്. എന്നിട്ട് അവനെവിടെ? സീതയുടെ സ്വരം വല്ലാതെ മുറുകി. അടുക്കളയിലുണ്ട്. സീത തോളിൽ കിടന്ന ഷാൾ വലിച്ച് മേശയിലേക്ക് എറിഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പുറകെ പാർവതി. അവളുടെ വരവും കാത്തുന്ന പോലെ ചുമരിൽ ചാരി അർജുൻ നിൽപ്പുണ്ട്. ബില്ലടക്കാൻ തന്ന കാശ് നീ എന്ത് ചെയ്തു അർജുൻ? സീത അവന് മുന്നിൽ ചെന്ന് നിന്നു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അടച്ചോളാം. നീ ഇന്നതടക്കാതെ കാശ് എന്ത് ചെയ്തെന്നാ എന്റെ ചോദ്യം. ആദ്യം നീ അതിനുള്ള ഉത്തരം പറ. സീതയുടെ വാക്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. ആ കാശ് ഞാനൊരാവശ്യത്തിന് തിരിച്ചു. വീക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു തീരും മുന്നേ സീതയുടെ കൈകൾ അവന്റെ മുഖത്ത് പതിഞ്ഞു. സഹിക്കുന്നതിന് പരിധിക്കണ്ടടാ, ഞാനൊരു മനുഷ്യനാ, എനിക്ക് നോവുന്നുണ്ട്. സീത അവന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. പാർവതി അവളെ തടഞ്ഞില്ല. ഞാനത് എങ്ങനെ ഒപ്പിച്ചു തന്നാണെന്ന് ഒരിക്കലെങ്കിലും നീ ഒന്ന് ഓർത്തു അർജുൻ. എനിക്ക് ലക്ഷങ്ങളൊന്നും ശമ്പളം കിട്ടുന്നില്ല. വീണ്ടും സീത അവന്റെ തോളിലടിച്ചു. ആ കാശ് ഞാൻ തിന്നിട്ടൊന്നുമില്ല. നാളെ മറ്റന്നാളെ കിട്ടും. അർജുൻ അവരുടെ കൈകളെ തട്ടിമാറ്റി. കിട്ടും, കാത്തിരുന്നോ കുട്ടി സഖാവ്. സീത പുച്ഛത്തോടെ അവനെ നോക്കി. നിനക്ക് ആവശ്യത്തിലുള്ള ഞാൻ തരുന്നില്ലേ? ബില്ലടക്കേണ്ട അവസാന ഡേറ്റ് ആണെന്ന് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞല്ലേ? സീത വീണ്ടും അവനെ നേരെ ചെന്നു. അർജുൻ മിണ്ടാ നിന്നുകൊണ്ടായില്ല അർജുൻ. എനിക്ക് ഉത്തരം വേണം. അത്ര കഷ്ടപ്പെട്ട ഞാനത് ഒപ്പിച്ചന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരം നീ തന്നേ പറ്റൂ. സീത വീണ്ടും അവനെ പിടിച്ചിട്ട് അവിടെ നേരെ തിരിച്ചു. അത് പാർട്ടിയുടെ ഒരാവശ്യത്തിന്. അർജുൻ അറച്ചറച്ചാണത് പറഞ്ഞത്. സീതയുടെ മുഖം അങ്ങേയറ്റം പുച്ഛത്താൽ കൂടിപ്പോയി. കൊള്ളാം, കുട്ടി സഖാവ് വളരെ നല്ലൊരു കാര്യം ചെയ്ത്. നമ്മൾ ഇരുട്ടിലായാലും വേണ്ടില്ല, പാർട്ടി വളരണം. വളർന്ന് പന്തലിക്കണമെന്നൊക്കെ കരുതി നിന്റെ മനസ്സ് എത്ര വലുതാ. ഞാൻ അറിയാതെ പോയല്ലോ അത്. സീതയുടെ മുഖം വലിഞ്ഞു മുറുകി. നാണുണ്ടോടോ നിനക്ക്? അവനൊരു സഖാവ് വന്നേക്കുന്നു. നിനക്ക് ആ പേര് ചേരില്ലടാ. നേരും നെറിയുള്ള അനേക ആളുകൾ അഭിമാനത്തോടെ കൊണ്ടുനടന്നിരുന്ന പവിത്രമായൊരു പദവി ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന നിന്നെപ്പോലെ നികൃഷ്ട ജീവികൾക്ക് ചേരില്ല. പാർട്ടിക്ക് വേണ്ടി സ്വയം അധ്വാനിച്ച് പലതും നേടിക്കൊടുത്തവർക്കുള്ള ചീത്ത പേരാ നീ. നല്ലൊരു മനുഷ്യനെങ്കിലും ആണോ അർജുൻ നീ? സീത അർജുന് നേരെ വിരൽ ചൂണ്ടി. അർജുൻ തലവുനിച്ച്. ഇത്ര പെട്ടെന്ന് ഫ്യൂസ് ഊരിക്കൊണ്ടുപോകുമെന്ന് അവന് ഓർത്തതേ ഇല്ലായിരുന്നു. നാളെ കഴിഞ്ഞ് അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. അതിനെ എവിടുന്ന് ഉണ്ടാക്കുന്ന ഓർത്ത് നടക്കുക. ഞാനിനി എങ്ങനെ ഇതുകൂടി? വാക്കുകൾ പോലും നഷ്ടം വന്ന പോലെ സീത കുഴഞ്ഞ വെറും നിലത്തേക്ക് ഇരുന്നു പോയി. കണ്ണൻ കയറി ചെല്ലുമ്പോൾ ഒരു ക്രോസ് വിസ്താരം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല. നേരെ മുറിയിലേക്കാണ് അവൻ പോയത്. പറയാനറിയാത്തൊരു വിങ്ങലാണ് മനസ്സിൽ നിറയെ. നിസ്സഹായാവസ്ഥയോടെ മുന്നിൽ നിന്നൊരുത്തിയുടെ കണ്ണീരൊളിപ്പിച്ചു പിടിച്ച കണ്ണുകൾ ഉള്ളിലെ പൊള്ളലാണ്. വാതിലടച്ച് കുറ്റിയിട്ട് അവൻ കിടക്കയിലേക്ക് കമിഴ്ന്നു കിടന്നു. കൺമുമ്പിൽ വന്നിട്ട് വീണ്ടും വീണ്ടും സീത കുറുമ്പോടെ പറയുന്ന പോലെ തോന്നിയവന്. ചുണ്ടിലെ കുസൃതിയോടെ അവൻ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ഹരി അവൾക്ക് ഇഷ്ടമാണ്, അവനോളം അത്ര തന്നെ ഇഷ്ടമായേക്കും. പക്ഷേ ആ ഇഷ്ടത്തിന് പ്രണയത്തിൻ്റെ നിറം കൊടുക്കാൻ എന്തുകൊണ്ടോ അവനായില്ല. അതിനുമപ്പുറം അവരുടെ ആ ഇഷ്ടം അത് സൗഹൃദം മാത്രമാണെന്ന് വിശ്വസിക്കാനായിരുന്നു കണ്ണനും ഇഷ്ടം. സീതാലക്ഷ്മി കിരൺ വർമ്മയുടേതാണ്. അവൻ ഒന്നുകൂടി മനസ്സിൽ കണക്കുകൂട്ടി. ഇനി അങ്ങനെ അല്ലെങ്കിലോ? പരസ്പരം പറയാത്തൊരിഷ്ടം ഹരിയും സീതയും മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്നുണ്ടോ? സൗഹൃദത്തിനെ മറയാക്കി രണ്ടുപേരും ഒരിഷ്ടം വളർത്തി വലുതാക്കുന്നുണ്ടോ? കണ്ണൻ ചാടി എഴുന്നേറ്റു. അവനുള്ളിലെ പിടച്ചിൽ പൂർവാധികം ശക്തമായി. ഇനി എങ്ങനെയാണ് താൻ അവളെ മറക്കുന്നത്? അതിനുത്തരം അവനും അറിയില്ലായിരുന്നു. നേരം പുലരുവോളം ആലോചിച്ച് നോക്കിയിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ സീത പകച്ചിരിപ്പാണ്. പാർവതി 2 പ്രാവശ്യം വന്ന് നോക്കിയപ്പോഴും സീത പുറത്തേക്ക് തുറിച്ചു നോക്കിയിരിപ്പുണ്ട്.
തലേന്ന് രാത്രിയിൽ അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അവൾ മാത്രമല്ല, പാർവതിയും. ഭക്ഷണം പോലും കഴിക്കാതെ കുളിയും കഴിഞ്ഞ് കയറി കിടന്നിരുന്നു. അത്രമേൽ തകർന്നിരിക്കുന്നവളോട് ഒരാശ്വാസ വാക്ക് പോലും പറയാനാവാതെ പാർവതിയും ഉറങ്ങാതെ അവൾക്ക് കൂട്ടിയിരുന്നു. മറ്റൊന്നും ചെയ്യാനാവാത്ത പോലെ. കറണ്ടില്ലാത്തതുകൊണ്ട് ലല്ലുമോളും കൊതുകിന്റെ കടിയേറ്റ് ഇടയ്ക്കിടെ ഞെട്ടി ഉണർന്നിരുന്നു. അമ്മമ്മയുടെയും സുധാകരന്റെയും മുറിയിൽ പാർവതി ഓരോ മെഴുകുതിരി കത്തിച്ചു വെച്ച് കൊടുത്തിരുന്നു. സീതേ, പാർവതി ഒന്ന് വിളിച്ചപ്പോൾ സീത അവൾ നോക്കാതെ തന്നെ ഒന്ന് മൂളി. എന്തൊരു ഇരിപ്പാടി, എനിക്കൊന്ന് പോണ്ടേ? രാത്രി പോലും ഒന്നും കഴിച്ചില്ലല്ലോ. പാർവതി അവളുടെ തലയിൽ തലോടി. സീത അതിന് ഉത്തരം പറഞ്ഞില്ല. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താടി കാര്യം? നീ എഴുന്നേറ്റ് വന്നേ, ഇത്തിരി ചായ കുടിക്ക്. പാർവതി വീണ്ടും അവളെ തഴി. സീത കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചിരുന്നു. സമയം 9 കഴിഞ്ഞു. പാർവതി വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാനിനി എന്താടി ചെയ്യേണ്ടത്? എനിക്ക് പറ്റുന്നില്ല, ഞാൻ തോറ്റുപോകുന്നു. തീർത്തും തളർന്നു പോയതുപോലെ സീത പാർവതിയുടെ തോളിലേക്ക് ചാഞ്ഞു. പാർവതി അവളോട് പറയാൻ ഒരു ഉത്തരത്തിനായി പരതി. കിട്ടാനുള്ള ശമ്പളം മുൻകൂട്ടി വാങ്ങിയിട്ടാ ഞാൻ ഓരോന്നും ചെയ്ത് തീർക്കുന്നു. അതിനിടയിൽ ഇവനിങ്ങനെ തുടങ്ങിയ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അങ്ങേയറ്റം നിസ്സഹായത നിറഞ്ഞ സീതയുടെ വാക്കുകൾ പാർവതിയുടെ കണ്ണ് നിറഞ്ഞുപോയി. സീതയെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. വയ്യെങ്കി നീന്ന് പോവേണ്ട മോളെ. തോളിൽ ചേർത്ത് വെച്ച സീതയുടെ നെറുകയിൽ ഉമ്മ വെച്ച് പാർവതി പറഞ്ഞു. ദിവസം പോയിട്ട് എന്നെ ഇങ്ങോത്തുന്നില്ല, അപ്പോഴാ ഇനിയിപ്പോൾ ലീവ് കൂടി. സീത നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. എൻ്റെ വയ്യാക മനസ്സിനല്ലേടി ചേച്ചി, ആരാണതറിയുന്നത്? അതങ്ങനെയൊന്നും മാറാനും പോകുന്നില്ല. എന്ന് തുടങ്ങിയ വീർപ്പുമുട്ടല കൂടുന്നു എന്നല്ലാതെ അല്പം പോലും കുറഞ്ഞിട്ടില്ലല്ലോ. സീതയുടെ ചുണ്ടിലെ വരണ്ട ചിരിയിലേക്ക് പാർവതി വേദനയോടെ നോക്കി. ഞാൻ കുളിച്ചു വരട്ടെ. മരവിച്ച മനസ്സിന്റെ തളർച്ച ശരീരം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. നടക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന കാലുകളോടെ സീത എഴുന്നേറ്റ് പോയി. ഒന്നുകൂടെ കഴിച്ചോ? ഇന്നലെ മുതൽ പട്ടിണിയല്ലേ? സീത കഴിച്ചുകൊണ്ടിരുന്ന പാത്രം പിടിച്ചു വാങ്ങി പാർവതി അതിലേക്ക് ഒരു അപ്പം കൂടി കൊടുത്തു. സീതയുടെ മനസ്സ് അവിടെയെങ്ങും അല്ലായിരുന്നു അപ്പോഴും. ചെയ്തു തീർക്കാനുള്ള ബാധ്യതകളുടെ നീളം അവളുടെ സ്വസ്ഥത കെടുത്തി. ഇവിടെ ആരുമില്ലേ? അത്യാവശ്യം ഉച്ചത്തിൽ ഉമ്മറത്തുനിന്നാരോ വിളിച്ചു ചോദിക്കുന്ന കേട്ടിട്ട് പാർവതിയും സീതയും പരസ്പരം നോക്കി. നീ ഇരുന്ന് കഴിച്ചോ, ഞാൻ നോക്കാം. കൈയിലുള്ള ചട്ടകട വെച്ചിട്ട് പാർവതി ഉമ്മറത്തേക്ക് നടന്നു. സീത കഴിക്കുന്നതിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടി. സുനിൽ മാമയാ? ധൃതിയിൽ പാർവതി എന്ന് പറയുമ്പോൾ സീതയുടെ മുഖത്ത് അസംതൃപ്തിയുടെ അടയാളമുണ്ടായിരുന്നു. അയാളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? സീത പാർവതിയെ നോക്കി. എനിക്കറിയില്ല. കോലായിലേക്ക് പാളി നോക്കി പാർവതി വേവലാതിയോടെ പറഞ്ഞു. വല്ല കുനിഷ്ഠ ഒപ്പിക്കാനോ വിശേഷം ചോദിക്കാനെന്തായാലും ഈ വഴി അയാൾ വരില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കയ്യിലുള്ള പാത്രം മേശയിൽ വെച്ചുകൊണ്ട് സീത എഴുന്നേറ്റ് കൈ കഴുകി. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട സീതേ. പാർവതിയെ നോക്കി സീത പുച്ഛിച്ചു. നീ ഓച്ചാനിച്ച് നിന്നാ മതി, എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. അവളുടെ സ്വരം കൂടുതൽ കടുത്തു. പാർവതി അവൾ പറയുന്ന കോലായിലിരിക്കുന്ന സുനിൽ കേൾക്കുമോ എന്നുള്ള പേടിയില്ല. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ ചായ എടുത്തിട്ട് വരാം. പാർവതി സീതയെ നോക്കി. ചായ മാത്രമാക്കണ്ട, അല്പം കനവുള്ള എന്തെങ്കിലും എടുത്തോ. സൽക്കരിക്കാൻ പറ്റിയ മുതലാ വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് നീ. സീത അല്പം ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പോയി. ഓ, തമ്പുരാട്ടി പോകും മുന്നേ ഒന്ന് കാണാമെന്നതാ. വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന സീതയെ കണ്ട ഉടനെ സുനിലിന്റെ പരിഹാസം. ശ്രീനിലയത്തിൽ സ്ഥിരതാമസത്തിനൊന്നല്ല ഞാൻ പോവാറുള്ളത്, വൈകുന്നേരം തിരിച്ചു വരാറുണ്ട്. കടുപ്പത്തിൽ തന്നെ സീതയുടെ മറുപടി. ഇപ്പോഴും ഇവിടെ അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. സുനിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് സീതയെ തുറച്ചു നോക്കി. അതിനുള്ള മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്, കുറവിരുന്നുണ്ടെങ്കിൽ മാമയെ അറിയിക്കാം. സീതയ്ക്ക് യാതൊരു കൂസലുമില്ലെന്ന് അയാളുടെ ദേഷ്യം ഒരുപാട് കൂടാൻ കാരണമായിരുന്നു. മാമി ഇപ്പോൾ വന്ന കാര്യം പറ, എനിക്ക് പോവാനുള്ളതാ. സീത വീണ്ടും അയാളെ നോക്കി. ഓ, നീ ഒരു ജില്ലാ കളക്ടർ. അയാളുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ കോടിപ്പോയി. ജില്ലാ കളക്ടർ അല്ലാത്തവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? സീത ഒരു പൊടിക്ക് വിട്ടുകൊടുക്കുന്നില്ല. ചായം കൊണ്ടുവന്ന പാർവതി അവളെ ദയനീയമായി നോക്കി. സീത അവളെ നോക്കിയെന്ന് കണ്ണടച്ച് കാണിച്ചു. എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുവാ, എന്ന് കണ്ടിട്ടാടി നീയൊക്കെ ഈ തുള്ളുന്ന്? എന്താ നിങ്ങൾ ചേച്ചിയുടെ അനിയത്തിയുടെയും വിചാരം? പാർവതി നീട്ടിയ ചായയും വാങ്ങി അയാൾ വീണ്ടും കസേരയിലിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിചാരങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. ഇല്ലടി ചേച്ചി, മനുഷ്യരല്ലേ, മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ. നീ എന്താ ആളെ കളിയാക്കുവാണോ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി ചേച്ചിയോ അനിയത്തിയും കൂത്താട് ജീവിക്കാന്ന് വിചാരിച്ചോ? നടക്കില്ലത്. വീണ്ടും സുനിലിന്റെ ശബ്ദമുയർന്നു. ഏയ്, അത് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. ചോദിക്കാനും പറയാനും ഉള്ളവർ തന്നെയാ ഞങ്ങളുടെ ജീവിതം ഈ കോളത്തിലാക്കിയത്. നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ടാവുന്ന വിധം സമ്പാദനം എന്നുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഞങ്ങളുടെ മോഹം പോലും ഇപ്പം ഇല്ലാതെയായി. അത്രയും വലിയ സഹായങ്ങളല്ലേ നിങ്ങളൊക്കെ ചെയ്തെന്ന്. സീതയുടെ ശബ്ദമുയർന്നു. പാർവതി പേടിയോടെ സീതയുടെ കയ്യിൽ പിടിച്ചു.
ഏറ്റവും ഒടുവിൽ മാമൻ ചെയ്തൊരു സഹായം, അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ കണ്ണുനീരിലുണ്ട്. ആ നന്ദി അത് പോരെ. പാർവതിയെ പിടിച്ച അയാൾക്കുമ്പിലേക്ക് നീക്കിരുത്തിക്കൊണ്ട് സീത സുനിലിനെ തുറിച്ചു നോക്കി. ഓ, അവൾ അവിടെ നിന്ന് ഓടിപ്പോന്നതിന് ഞാനെന്തോ കഴിച്ചു? നന്നായി അന്വേഷണം നടത്തിയിട്ട് തന്നെയാ ഞാൻ ആ കല്യാണത്തിന് ഒരുങ്ങിയത്. ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചുറ്റുകളിയൊക്കെ ഉണ്ടാവും. അതെല്ലാം സഹിക്കേണ്ട പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വമാ. അതെല്ലാം നേരിടാൻ പഠിക്കണം ആദ്യം, അല്ലാതെ പെട്ടിയെടുത്ത് പോരിയല്ല വേണ്ടത്. സുനിൽ സീതയും പാർവതിയും മാറി മാറി നോക്കി. വേണ്ട, അയാൾക്കും പുതിയ ഭാര്യയ്ക്കും വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുത്തോണ്ട് ഒരു വേലക്കാരി പോലെ അവൾ അവിടെ നിൽക്കണമായിരുന്നു. അതിലെ മാമ ഉദ്ദേശിച്ച്. സുനിൽ മിണ്ടിയില്ല. സീതയെ ചോദിക്കുമ്പോൾ സ്വന്തമായിട്ട് വളർത്തി വലുതാക്കി ഓമനിച്ചുകൊണ്ട് നടക്കുന്ന മകളൊരുത്തി വീട്ടിലില്ലേ? അവൾക്ക് ഈ ഗതി വന്നാൽ ഇത് തന്നെ പറയൂ നിങ്ങൾ? സീതയുടെ പരിഹാസം മനസ്സിലായതുകൊണ്ട് സുനിലിന്റെ മുഖം വീർത്ത് കെട്ടി. ഞങ്ങളുടെ അമ്മയുടെ ഓഹരിൽ കൈയിട്ട് വരാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഈ കല്യാണ നാടത്തിന് ഇനിയെങ്കിലും വെള്ളപൂശം നിങ്ങൾ നിർത്താം ആദ്യം. പാർവതി പിടിച്ചു വെച്ചിട്ടും അവളുടെ കൈകൾ കുടഞ്ഞു മാറ്റി സീത സുനിലിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ അയാൾക്കപ്പോൾ നല്ല പേടി തോന്നിയിരുന്നു. നീ ഇതെന്തൊക്കെയായി പറയുന്നത്? ഇവൾക്കൊരു ജീവിതാവട്ടെ എന്ന് കരുതി. അയാളത് പറഞ്ഞു മുഴുവനാക്കും മുന്നേ സീത കൈയുയർത്തി തടഞ്ഞു. കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെയുള്ളവരും ചോറ് തന്നെയാ മാമ കഴിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങളുടെ മുഖത്ത് നോക്കി ആട്ടി ഇറക്കാത്തത് ഞങ്ങളുടെ വിവരക്കേട് തന്നെയാ. സീതയുടെ ഇരുണ്ട മുഖത്തേക്ക് നോക്കാൻ സനലിന് നല്ല മടിയുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നില്ല. ഞങ്ങളുടെ പങ്കെന്താണെന്ന് ഇന്നും അറിയില്ല. പക്ഷേ വേദനയ്ക്കൊരു പഞ്ഞവുമില്ല. സീത അമർഷത്തോടെ പറഞ്ഞു. സ്വന്തം മകളെ പോലെ കരുതേണ്ടവളല്ലേ ഇവള്? ഗിരീഷിന്റെ നല്ല സ്വഭാവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ 100 നാവല്ലായിരുന്നോ? സീതയുടെ ചോദ്യത്തിനു മുമ്പിൽ സനൽ അറിയാതെ എഴുന്നേറ്റുപോയി. അവൾ ആ പറയുന്ന സത്യങ്ങളെ മറച്ചു പിടിക്കാൻ അയാൾ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. വിളറി വെളുത്ത ആ മുഖത്തേക്ക് സീത അവജ്ഞയോടെ നോക്കി. ചെയ്യൂല, നിങ്ങളത് ചെയ്യൂല. കാരണം നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ ജീവനേക്കാൾ വലുതായിട്ടുള്ളത് പെങ്ങളുടെ ഓഹരിയായിട്ട് കിട്ടുന്ന കാശ. അതിനുവേണ്ടിയായിരുന്നെങ്കിൽ ഒന്ന് പറയായിരുന്നു. സന്തോഷത്തോടെ ഞങ്ങളത് വിട്ടു തരുമായിരുന്നു. പകരം ഇവിടെ കണ്ണുനീന്റെ പൊള്ളൽ ഒഴിവായി കിട്ടുമായിരുന്നു. പാർവതിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അങ്ങേയറ്റം വേദന സീതയിലും ഉണ്ടായിരുന്നു. നീയൊന്ന് നിർത്തുന്നുണ്ടോ സീതെ? ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മുടെ വിധി. പാർവതി സീതയുടെ തോളിൽ പിടിച്ചു. നീ അങ്ങനെ സമാധാനിച്ചിരുന്നോ? എനിക്ക് തൽക്കാലം മനസ്സില്ല. ഉള്ളിലെ ദേഷ്യം മുഴുവൻ ഉണ്ടായിരുന്ന സീത പാർവതിയോടത് പറയുമ്പോൾ ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് ബുദ്ധിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് സുനിൽ ചായ പാതി കുടിച്ചിട്ട് ഗ്ലാസ് മേശയിലേക്ക് വെച്ചിട്ട് കല്യാണമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മയെ കാണുന്ന കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം വന്നു കണ്ടിട്ട് പോയപ്പോ അമ്മ നന്നായി മെലിഞ്ഞു എന്നൊരു പരാതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പിന്നിൽ നിന്നും വീണ്ടും സീതയുടെ പരിഹാസം കേട്ടുകൊണ്ട് സുനിലൊന്ന് തിരിഞ്ഞു നോക്കി. അല്ല, ഇപ്രാവശ്യം ആ പരാതി ഉണ്ടെങ്കിലേ വണ്ടി ഞാൻ വിളിച്ചു തരും. വണ്ടിക്കൂലി ഞാൻ കൊടുക്കും. മാമന് കൊണ്ടുപോകാൻ കേട്ടോ. പുന്നാര അമ്മേ. പാർവതിയുടെ തോൾ കയറ്റി പിടിച്ചുകൊണ്ട് സീത അത് പറയുമ്പോൾ സുനിൽ വെടിയുണ്ട പോലെ അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. ഒന്നിനും മനസ്സുറക്കുന്നില്ല. എന്തു വേണമെന്നൊരു രൂപവുമില്ല. ആരോടാണ് ഇനി പോയി കൈ നീട്ടേണ്ടത്? അല്ലെങ്കിലും ആരാണ് ചോദിക്കുന്നത് എടുത്തു തരാൻ? വാടിത്തളർന്ന പോലെയാണ് സീത എന്ന ശ്രീനിലയത്തിലെത്തിയത്. ഗേറ്റ് കടന്നവൾ മുറ്റത്തേക്ക് കടന്നപ്പോൾ ഒരു ചൂളം വിളി കേട്ടു. 4 പാടും തിരഞ്ഞിട്ടും അതിന്റെ സ്ഥാനം കണ്ടെത്താനായില്ല. വീണ്ടും അത് തുടർന്നപ്പോൾ അവളുടെ കണ്ണുകൾ സൈഡിലെ തൂണിൽ ചാരി അവളെ നോക്കി ചൂളം വിളിച്ചു നിൽക്കുന്ന കണ്ണനിൽ എത്തി നിന്നു. അവന്റെ ആ മനോഹരമായ ചിരിയിലേക്ക് നോക്കി അവൾ അങ്ങനെ സ്വയം മറന്നു നിന്നു. കയ്യിലെ വാച്ചിലേക്ക് നോക്കിയിട്ട് അവന്റെ കണ്ണുകൾ വീണ്ടും അവളുടെ നേരെ നീണ്ടു. എന്തേ നീ ഇത്ര വൈകിതെന്ന ചോദ്യമായിരുന്നു ആ മുഖം നിറയെ. കാർമേഘം ഇരുണ്ടുകൂടിയതുപോലുള്ള സീതയുടെ മുഖത്തേക്ക് ഇടയ്ക്കിടെ മുത്തശ്ശി നോക്കുന്നുണ്ട്. പക്ഷേ അവളതൊന്നും അറിയുന്നില്ല. കൂട്ടലും കിഴിക്കലുകളുമായി ചിന്തകളുടെ നീരാളിപ്പിടുത്തത്തിൽ വലിഞ്ഞു മുറുകി പലപ്പോഴും അവൾക്ക് ശ്വാസം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തേ വയ്യ മോളെ? മുത്തശ്ശി അവരുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. ഏയ് ഒന്നില്ല മുത്തശ്ശി. നേരത്തെ ചിരിയോട് ഒറ്റവാക്കിൽ ഉത്തരം കൊടുത്തിട്ട് വീണ്ടും അവൾ ചെയ്യുന്ന ജോലി തുടർന്നു. കൂടുതലൊന്നും ചോദിച്ചിട്ട് അവൾ വിഷമിപ്പിക്കാൻ വയ്യും തോന്നിയിട്ടോ അതോ എത്ര ചോദിച്ചാലും സീതാലക്ഷ്മി വേദനകളുടെ ബാണം തുറക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടോ മുത്തശ്ശി പിന്നൊന്നും ചോദിച്ചില്ല. കുറച്ച് നാളുകൾ കൊണ്ട് സീതാലക്ഷ്മിയെ അവളായിട്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞ ചുരുക്കം ചിലരിൽ അവരുമുണ്ട്. പറയേണ്ടതാണെങ്കിൽ അവൾ തന്നെ മനസ്സ് തുറന്നു പറയട്ടെ എന്ന് കരുതി മുത്തശ്ശിയും സീതയെ പോലെ മൗനം കൂട്ടുപിടിച്ചു. സീതയാവട്ടെ അവൾ ചെയ്യുന്ന ജോലിയിലാണ് മുഴുവൻ ശ്രദ്ധയും. ഇനി പോയി കുളിച്ചിട്ട് വരൂ. കയ്യിലും കാലിലും കുഴമ്പിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സീത മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. തലേന്നത്തെ ഉറക്കക്ഷീണവും മനസ്സിന്റെ സങ്കടവും ടെൻഷനും എല്ലാം കൂടി സീതയെ ഒരുപാട് തളർത്തി കളഞ്ഞിരുന്നു. വീങ്ങുന്ന അകവും പുറവൊന്ന് ശാന്തമായിരുന്നെങ്കിലെന്ന് അന്നത്തെ ദിവസം അത്ര സമയം കൊണ്ട് അവൾ ആലോചിച്ചതിന് കണക്കില്ല. മുത്തശ്ശിയുടെ വിസ്തരിച്ചുള്ള കുളി അരമണിക്കൂറോളം നീളും. സീത അവളുടെ ബെഡിൽ പോയിരുന്നു. ആലോചിച്ചിട്ട് മറ്റം കിട്ടാത്ത പ്രശ്നങ്ങൾ അവൾ ഇരുന്നെന്ന് കണ്ടതും അവൾക്ക് ചുറ്റും മൂളി പറക്കാൻ തുടങ്ങി. മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കണ്ണം കയറി വന്നെന്നും അവൾ അറിഞ്ഞതേ ഇല്ലായിരുന്നു. എന്തു പറ്റിയിടോ?
ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നവളിലേക്ക് അവന്റെ ചോദ്യം നീണ്ടു. മുത്തശ്ശി കുളിക്കാൻ കയറി, ഇനി ഉറങ്ങാൻ ഇച്ചിരി നേരാവും, ഇയാൾ പോയിട്ട് പിന്നെ വാ. പരിക്കമായ ശബ്ദത്തിൽ അവളുടെ മറുപടി. കണ്ണന്റെ നെറ്റി ചുളിഞ്ഞു. അതൊക്കെ ഓക്കെ, തനിക്ക് എന്തു പറ്റി അത് പറ വയ്യേ? ചോദ്യത്തോടൊപ്പം കണ്ണന്റെ കൈകൾ അവളുടെ നെറ്റിയിൽ ചേർന്നു. കണ്ണന്റെ കൈയിന്റെ നേർത്ത ചൂട് സീതയുടെ ശരീരമാകെ വ്യാപിച്ചു. അവൾ ചാടി എഴുന്നേറ്റു. താൻ എന്താ ഈ കാണിക്കുന്നേ? കണ്ണനെ നോക്കി അവൾ ചീറി. പനിയുണ്ടോ നോക്കിയതാ സീതാലക്ഷ്മി? അവിടെ ആ ഭാവമാറ്റത്തിൽ അവരും ഞെട്ടിപ്പോയിരുന്നു. ഉണ്ടി തന്നെ തനിക്കെന്താ? താനാരാ ഇതൊക്കെ അന്വേഷിക്കാൻ? സീത കണ്ണനെ പിടിച്ച് പുറകിലേക്ക് തള്ളി. ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് കണ്ണൻ പുറകിലേക്ക് തന്നെ മേശയിലിടിച്ച് നിന്നു. ഇത്തിരി സ്വാതന്ത്ര്യം തന്നു കരുതി എന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ, അറിയില്ല നിനക്കെന്നെ. വിരൽ ചൂണ്ടി കിതക്കുന്ന സീതയെ കണ്ണൻ വേദനയോടെ നോക്കി. സീതാലക്ഷ്മി, താൻ ഇരിക്കുന്നുണ്ടപ്പോ വയ്യെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ. കണ്ണൻ പറഞ്ഞത് സീത കൈയുയർത്തി തടഞ്ഞു. എനിക്കങ്ങനെ പല പ്രശ്നങ്ങളും കാണും, അതെല്ലാം പറയാൻ മാത്രം താൻ ഈ കാരാടോ കഴുത്തിലൊരു മാല കെട്ടി തൂക്കി അധികാരാണോ? സീത വീണ്ടും ദേഷ്യം തീരാതെ കണ്ണന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. അവൻ അവളെ തടയാതെ നിന്നു കൊടുത്തു. എല്ലാം കൂടി എനിക്ക് സഹിക്കാൻ വയ്യ, അതിനിടയിൽ താനും വേണ്ട, പിടിവിട്ട് നിൽക്കുവാൻ ഞാൻ. സീതയുടെ കണ്ണുകൾ ചുവന്നു. കണ്ണൻ അവളെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം നേടാൻ വയ്യുന്നതുപോലെ സീത നോട്ടം മാറ്റി. കണ്ണൻ അവളുടെ കൈകൾ ഷർട്ടിൽ നിന്ന് വേർപ്പെടുത്താതെ തന്നെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ചേർത്ത് നിർത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.